കൊരട്ടിയിലെ കൊരട്ടിമുത്തി പള്ളിയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഇവിടെയും കൂടെ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നേർച്ച, അതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൂവൻകൊല നേർച്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലായിടത്തും പൂവൻകൊലയുടെ പടവും നേർച്ചയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത്. ഈ ഒരു സ്വർണ്ണക്കൊല എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഇതിൻ്റെ പിന്നിലുള്ള കഥയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു രസമുള്ളൊരു കഥയാണ് കേട്ടോ. വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് നേരം പള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ നടന്ന് കണ്ടതിന് ശേഷം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനൊക്കെ പോയിരുന്നു. പള്ളിക്ക് ശരിക്കും നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ കാണാത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നേർച്ചയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. തുലാഭാരം, പിന്നെ പൂവൻകൊല നേർച്ച, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ മൊത്തം ചുറ്റി കണ്ട് പ്രാർത്ഥിച്ച്, പുതിയ പള്ളി ആയതുകൊണ്ട് എപ്പോഴും 3 കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതും പ്രാർത്ഥിച്ച് നടക്കുമെന്ന് അറിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.